ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ. നമ്മളെല്ലാവരും മധുര പലഹാരമായ മൈസൂർ പാക്ക് ഉണ്ടാക്കാം. ഇതിനായിട്ട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല, ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് കടലമാവാണ്. കടലമാവും കടലപ്പൊടിയൊക്കെ ഒന്ന് തന്നെയാണ്. 250 ml കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് നരിച്ചു കൊടുക്കണം. കടലമാവിൽ എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടാവും, അപ്പോൾ നന്നായി തരിച്ചു കൊടുക്കുക. അതിനകത്ത് എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് നന്നായി അതിൻ്റെ കട്ടകളൊക്കെ മാറ്റി നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ അനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ അളവും എടുക്കേണ്ടത്. 1 കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് കടലമാവാണ്. അതിലേക്ക് 3/4 കപ്പ് പാം ഓയിലാണ് എടുത്തിട്ടുള്ളത്. സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. എനിക്ക് നെയ്യാണ് വേണ്ടെങ്കിൽ നെയ്യും ഇതേപോലെ ഈ അളവിൽ ചേർക്കാം. ഇനി അല്ലെങ്കിൽ നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് പകുതി പകുതി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നല്ലൊരു പരിവാക്കി എടുക്കാം. ഇതങ്ങനെ പെട്ടെന്ന് കട്ടകളൊന്നും ഉണ്ടാവില്ല, കാരണം ഓൾറെഡി നമ്മൾ തരിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ഇത് കട്ടകളൊന്നും ഉണ്ടാവില്ല. നന്നായി മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കാം. ഇത് മാറ്റി വെച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഏതിലാണോ നമ്മൾ ഈ മൈസൂർ പാക്ക് ഉണ്ടാക്കി സെറ്റ് ചെയ്യാൻ പോകുന്നത് അത് ആദ്യം കുറച്ച് ഓയിലാക്കിയിട്ട് ഇതുപോലെ ആക്കി വെക്കണം. കാരണം നമ്മൾ പെട്ടെന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതാണ് കേട്ടോ, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും നമ്മൾ ഉണ്ടാക്കുന്ന ആ പാനിൽ തന്നെ. അങ്ങനെ ഇനി നമുക്ക് അടുത്തത് പഞ്ചസാര. 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തുള്ളത്, പൊടിക്കാത്ത പഞ്ചസാര കേട്ടോ. 3/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ സമയത്ത് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടില്ല. ഇത് വെള്ളം പഞ്ചസാരയും മിക്സ് ആക്കിയ ശേഷം ഇത് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഒരു നൂൽ പരുവമാവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നോക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള നൂൽ പരുവമാവരുത്. ജസ്റ്റ് നമ്മളിങ്ങനെ കയ്യിലാക്കുന്ന സമയത്ത് തന്നെ നൂല് പോലെ വന്നിട്ട് പൊട്ടിപ്പോകുന്ന തരത്തിലായി തന്നെ ഫ്ലെയിം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോഴൊന്നും ആയിട്ടില്ല. ഈ ഒരു പരുവം കണ്ടോ, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് നൂല് പോലെ വരും, പൊട്ടിപ്പോവുകയും ചെയ്യും. ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നമ്മളെ കടലമാവും ഓയിലില്ല അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെക്കണേ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കൈവിടാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ അല്ല ഒരു ഹൈ ഫ്ലെയിമിലത്തെ രീതിയിൽ വെച്ച് കൊടുക്കാം. ജസ്റ്റ് കടലമാവ് വേവുന്ന വരെ കേട്ടോ, 2-3 മിനിറ്റ് അങ്ങനെ. പിന്നെ ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മാത്രമേ അത് ഇതേപോലെ കിട്ടുള്ളൂ. നമ്മൾ തേനീച്ച ഹോൾ പോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ കുറച്ചധികം സമയം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ. നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗം ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയം വരും. ആ സമയമാകുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഈ ഓഫാക്കിയ ഉടനെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അതിനാണ് നമ്മൾ ആദ്യം തന്നെ അത് സെറ്റാക്കി വെക്കുന്നത്. ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എണ്ണയൊക്കെ ആക്കിയിട്ട് അപ്പോഴൊക്കെ സെറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പാനിൽ തന്നെ കട്ട പിടിച്ച് പോകും. പിന്നെ ഒരു കാര്യം പറയാൻ വന്നുപോയി, എനിക്ക് പറ്റിയൊരു അബദ്ധം. നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കത്തി കൊണ്ട് വരഞ്ഞു കൊടുക്കണം. ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. കട്ട പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല, പൊട്ടിപ്പോകും. ഞാനത് മറന്നു പോയതായിരുന്നു. ഈ സമയം ജസ്റ്റ് വെറുതെ ഇങ്ങനെ കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്താൽ മതി, നമുക്ക് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടോ. ഞാനത് കട്ട് ചെയ്യാൻ മറന്നു പോയി, അതുകൊണ്ട് ചെറിയൊരു അബദ്ധം പറ്റി. നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്, അതുകൊണ്ട് പറഞ്ഞതേ. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. പെട്ടെന്ന് സെറ്റാകും കേട്ടോ. 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ആയാൽ മതി, പെട്ടെന്ന് സെറ്റാകും. ഒരു അരമണിക്കൂർ 1 മണിക്കൂറിന് ശേഷം ചൂട് പോയതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ തൊട്ടി കൊടുത്താൽ മതി. നമ്മൾ ഓയിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത്. നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ അബദ്ധമാണ് ഇപ്പോൾ എനിക്ക് പറ്റിയതുണ്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ ആദ്യം തന്നെ വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് തന്നെ ഒടിച്ചെടുക്കാവുന്നതായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്യണത് പൊട്ടുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടോ, നന്നായി പൊട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ റെഡി ആയിരുന്നു, പക്ക പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ എന്തെങ്കിലും ചെറിയ ഫ്ലോപ്പ് വേണ്ടതാണ് സംഭവിച്ചത്. അങ്ങനെ ചെറുതായി ഞാൻ കട്ട് ചെയ്ത് ഏകദേശമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുടെ അകത്ത് തേനീച്ച കൂടുമ്പോൾ നല്ല ക്രിസ്പി നല്ല ടേസ്റ്റിന് കഴിക്കാനൊക്കെ ആയിട്ട് നിങ്ങളത് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. നല്ല ഭംഗിയുടെ ഇങ്ങനെയാകും മൈസൂർ പാക്കിൻ്റെ അകം ഇതേപോലെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകം ഇതുപോലെ തേനീച്ചക്കൂട് പോലെ ആവണമെങ്കിൽ മാവ് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഒരു എന്തെങ്കിലും ഹോൾ പോലെ വരും മാവ്. ആ സമയത്താണ് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. അങ്ങനെയാണ് ഇതിങ്ങനെ കിട്ടുക. പിന്നെ എന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നെയ്യൊന്നും ആവശ്യമില്ല, നമുക്ക് പാം ഓയിലോ സൺഫ്ലവർ ഓയിലൊക്കെ മതി. നെയ്യ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടു. താങ്ക് യു.